കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ആർസണൽ ഇതാ ചാമ്പ്യൻ ലീഗിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. PSG ഇതാ ചാമ്പ്യൻ ലീഗിന്റെ 2024-2025 ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റില്ല, കാരണം വിശ്വസിക്കാൻ പറ്റില്ല. ചാമ്പ്യൻ ലീഗിലെ ഗ്രൂപ്പ് സ്റ്റേജ് കണ്ടവർക്ക് മനസ്സിലാവും, വിശ്വസിക്കാൻ പറ്റില്ല. അവസാനത്തെ നിമിഷമാണ് മാഞ്ചസ്റ്റർ സിറ്റിനെ തോൽപ്പിച്ചുകൊണ്ട് ആ ലാസ്റ്റ് ബെല്ലിന് ചാമ്പ്യൻ ലീഗിന്റെ റൗണ്ട് ഓഫ് 16 PSG കടക്കുന്നത്. അവിടെ നിന്ന് ഇവിടം വരെയും ഒരു ചരിത്രപരമായൊരു മികച്ചൊരു മുന്നേറ്റത്തിലൂടെയാണ്, മികച്ചൊരു കംബാക്കിലൂടെയാണ് PSG ഇതാ ചാമ്പ്യൻ ലീഗിന്റെ 2024-25 ഫൈനലിൽ എത്തുന്നത്. റൗണ്ട് ഓഫ് 16 നോക്കുകയാണെങ്കിൽ ആ സമയത്ത് മികച്ച ഫോമിലുണ്ടായിരുന്ന ലിവർപൂളിനെ പെനാൽറ്റി ഷൂട്ടിട്ട് തോൽപ്പിച്ചുകൊണ്ടാണ് അന്ന് PSG ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുന്നത്. അവിടെയാണെങ്കിലോ ഇംഗ്ലീഷ് പ്രീമിയറിലെ വമ്പന്മാരെ ആസ്റ്റൺ വില്ലിയനെ 5-4 അഗ്രിഗേറ്റ് തോൽപ്പിച്ചുകൊണ്ടാണ് അവിടെ സെമി ഫൈനലിൽ PSG കടക്കുന്നത്. പിന്നെയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാർ ആർസണൽ, ഈ സീസണിൽ ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, ചാമ്പ്യൻ ലീഗ് എന്ന പ്രതീക്ഷയുടെ സ്വപ്നമായി വന്ന ആർസണലിനെ 3-1 തകർത്തിന് കൊണ്ട് ഇതാ ലാസ്റ്റ് അലിയൻസ് അരീനയിലേക്ക് ആ ഫൈനലിലെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് PSG. താങ്ക്സ് ടു ലൂച്ചോ. ആ തന്ത്രജ്ഞാനിയായ ടാക്ടീഷ്യന്റെ മികവിലാണ് ഈ സീസണിൽ ഇത്രയധികം മികച്ചൊരു രീതിക്ക് PSG വരാൻ കാരണം. ആ ഒരു അവസാനം കളി കഴിഞ്ഞ് അദ്ദേഹം പറയുകയുണ്ടായി, വി ആർ ഫ്രം ഫാമേഴ്സ് ലീഗ്, ഞങ്ങൾ കണ്ടൻ ലീഗ് എന്നാണ് വരുന്നത്. ഞങ്ങൾ തോൽപ്പിച്ചതോ പ്രീമിയർ ലീഗിന്റെ തലയെടുപ്പുള്ള 4 ടീമുകളെ, മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, ആസ്റ്റൺ വില്ല, അവസാനം ഇതാ ആർസണലിനെ. ഹാറ്റ്സ് ഓഫ് ലൂച്ചോ, ഹാറ്റ്സ് ഓഫ്. കാരണം ഇത്രയും പോരാളി കൂട്ടത്തിനെ വാർത്തെടുക്കാൻ കാരണം അത് ലൂച്ചോ തന്നെയാണ്. 2019 അദ്ദേഹത്തിന്റെ മകൾ ജാന ആ ബോൺ ക്യാൻസർ മൂലം മരിച്ചു പോകുമ്പോൾ അദ്ദേഹം മാനസികമായി വല്ലാതെ തകർന്നിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു തകർച്ച മാറ്റിയെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഫുട്ബോളിലൂടെയാണെന്ന് വേണം പറയാം. കാരണം ഈ സീസണിൽ ഒരു യങ്ങസ്റ്റ് സ്ക്വാഡ് അത് PSG സ്ക്വാഡ് തന്നെയാണ്. കാരണം മാർക്കീനസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം മാർക്കീനസും ഡെംബലെ 27-28 വയസ്സാവുന്നുണ്ട്. അവരും ഒഴിച്ച ബാക്കിയെല്ലാം ഒരു യങ്ങസ്റ്റ് സ്ക്വാഡാണ് ഇപ്പൊ PSG ഉള്ളത്. നിലവിൽ ഓരോ പൊസിഷൻ നോക്കിയാൽ ഒരു ആവശ്യത്തിന് പോരാളികളാണ് അദ്ദേഹം വാർത്തെടുത്തിട്ടുള്ളത്. റൈറ്റ് ബാക്ക് ഇവൻ അഷ്റഫ് ഹക്കീമി റൈറ്റ് ബാക്കാണ്. ഈ സീസണിൽ 11 അസിസ്റ്റും 10 ഗോളോളം അഷ്റഫ് ഹക്കീമി നേടിയിട്ടുണ്ട്. ചാമ്പ്യൻ ലീഗ് നോക്കിയാൽ 5 അസിസ്റ്റും 3 ഗോളോളം ഉണ്ട്. ഇന്നലെ തന്നെ ഒരു ഗോള് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതും റൈറ്റ് ബാക്ക് ലെഫ്റ്റ് വിങ് നിന്നാണ് ആ ഗോൾ നേടുന്നത്. റൈറ്റ് ബാക്ക് സെന്റർ ഹാഫിൽ വന്ന് ബോൾ തട്ടിയെടുക്കുന്നുണ്ട്. അതാണ് മെന്റാലിറ്റി. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ലൂച്ചോ പിള്ളേരെ വാർത്തെടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള സ്വാതന്ത്ര്യം, ഓരോ പൊസിഷനിലും കളിക്കുന്ന പ്ലേയേഴ്സിന് ആവശ്യമുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ, ആർസണലുമായിട്ടുള്ള കളി നോക്കുകയാണെങ്കിൽ വിറ്റിനായിരുന്നു മിഡ്ഫീൽഡിൽ പൂന്ത് വിളയാടിയിരുന്നത്. ഇന്ന് നോക്കിയാൽ അത് ന്യൂവസ് ആയിരുന്നു. ന്യൂവസ് നാക്കിയ അധികം ഹൈറ്റ് ഇല്ലാത്ത പ്ലെയറാണ്, പക്ഷെ 4 ഏരിയൽ ബോൾ വിൻ ചെയ്തു, 4-5 ടാക്കിലുകൾ വിൻ ചെയ്തു. ഇന്നലെ മിഡ്ഫീൽഡിൽ പൂന്ത് വിളയാടിയത് ഫാബിയൻ റൂയിസും ന്യൂവസും ആണെന്ന് പറയാം. അത് തന്നെയാണ് ലൂച്ചോ നൽകുന്നത്. ഓരോ പൊസിഷനിൽ ആ പ്ലേയേഴ്സിന് വേണ്ട ആവശ്യമായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പ്ലേയേഴ്സ് ആ ഒരു പൊസിഷൻ മാറി കളിക്കുമ്പോഴോ ആ പൊസിഷനിൽ വേറൊരു പ്ലെയർ വന്ന് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് കളി. കാരണം അതങ്ങനെയാണ് കളിക്കേണ്ടത്, ഒരു ടീം വർക്ക്. എംബാപ്പെ പോയതിനു ശേഷം PSG തകർന്നു പോകുമോ എന്ന് പരിഗണന വന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ആ PSG-നെ ഇത്രമാത്രം മികച്ച രീതിയിൽ ലൂച്ചോ വാർത്തെടുത്ത് കൊണ്ടുവന്നത്. ഈ സീസൺ തന്നെ യൂറോപ്പിലെ തന്നെ ഏറ്റവും ഒരു യങ്ങസ്റ്റ് സ്ക്വാഡും അതുപോലെ തന്നെ ഒരു കാണാൻ ജോയ് ടു വാച്ച്, ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിൽ ജോയ് ടു വാച്ച് ഉള്ള ഒരു ടീമാണ് PSG. നിലവിൽ മറ്റൊരിടത്ത് നോക്കുകയാണെങ്കിൽ ആർസണൽ 5 കൊല്ലമായി ഒരു മേജർ ട്രോഫി കിട്ടിയിട്ടില്ല. ലാസ്റ്റ് 2020 ഒരു FA കപ്പ് ആർസണൽ നേടുന്നത്. അതിനുശേഷം 5 കൊല്ലമായി 700 മില്യൺ അർട്ടേറ്റ വന്നതിന് ശേഷം 700 മില്യൺ ഒരു ടീം ബിൽഡപ്പിന് വേണ്ടി ആർസണൽ ചെലവാക്കിയിട്ടുണ്ട്. ഈ സീസൺ 2-3 സീസൺ നോക്കിയാൽ ഫസ്റ്റിലെ പുലികളായിട്ട് വന്നു, അവസാന നിമിഷം കൊണ്ട് കലമടച്ചു. ബോട്ടിലർ എന്ന ആ ഒരു പേര്, ഒരു ചീത്തപ്പേര് വീണ്ടും വാങ്ങിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആർസണൽ ഈ സീസൺ അവസാനിക്കാൻ പോകുന്നത്. നിലവിൽ ലീഗ് നോക്കുകയാണെങ്കിൽ 2ാമത്തെ സ്ഥാനവും നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലാണ് ആർസണൽ വന്നിരിക്കുന്നത്. എന്ത് പറ്റി ആദ്യം കരബ കപ്പ് ഒന്ന് പുറത്തായി, പിന്നെ ഫോക്കസ് FA കപ്പും പ്രീമിയർ ലീഗും ചാമ്പ്യൻ ലീഗാണെന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ FA കപ്പ് എന്ന് പുറത്തായി, പിന്നെ പ്രീമിയർ ലീഗും ചാമ്പ്യൻ ലീഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ പ്രീമിയർ ലീഗിൽ നിന്ന് ലിവർപൂളിന് അടിയോറോ പറഞ്ഞ് പുറത്തായി. പിന്നെ ഞങ്ങൾ ആ ലൈസോൺ ചാമ്പ്യൻ ലീഗാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ ചാമ്പ്യൻ ലീഗ് എന്ന് വരെ പുറത്തായിട്ടുണ്ട്. അവസാനം കൊണ്ട് ബോട്ടിലർ ടീം എന്ന പദവി വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ് ആർസണൽ. കളിയിൽ നോക്കുകയാണെങ്കിൽ ആർസണലായിരുന്നു ആദ്യം
തുടക്കം മുതൽ തന്നെ ഒരു ഗോളെന്ന് ഉറച്ച കുറേ ചാൻസുകൾ ആഴ്സണൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ആഴ്സണൽ നല്ല വൃത്തിയായിട്ട് കളിച്ചു. പക്ഷെ ഡൊണ്ണുറാമ എന്നൊരു വൻമതിൽ ഈ സീസൺ നോക്കുകയാണെങ്കിൽ ഗോളികളുടെ ഒരു സീസണായി മാറുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇന്റർ മിലാന് വേണ്ടി സോമർ നടത്തിയ സേവുകൾ, ഒരു അന്യായ സേവുകൾ. ഈ ഡൊണ്ണുറാമ തന്നെ PSG വേണ്ടി ആസ്റ്റൺ വില്ലയോടൊപ്പം 5 സേവുകൾ, പിന്നെ ലിവർപൂളിനെതിരെ 2 പെനാൽറ്റി സേവ് ചെയ്തു. കഴിഞ്ഞ കളിയിൽ ആഴ്സണലിനെതിരെ സേവ് ചെയ്തു. ഇന്നിതിപ്പോ ആഴ്സണലിനെതിരെ വീണ്ടും 4-5 ക്രൂഷ്യൽ സേവുകൾ ചെയ്തു. അപ്പോൾ കോർട്ടുവ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഈ സീസൺ റയൽ മാഡ്രിഡിന് വേണ്ടി മിന്നും ഫോമിലാണ് കോർട്ടുവ ഉള്ളത്. അതുപോലെ തന്നെ അലിസന്റെ പ്രകടനവും ലിവർപൂളിന് വേണ്ടി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അങ്ങനെ ഒരു ഗോളികളുടെ സീസണായി മാറുകയാണ് ഈ സീസൺ. അപ്പൊ ഇന്നലെ ആ ഒരു ഫസ്റ്റിലെ തുടക്കത്തിൽ തന്നെ ഡിക്ലാൻ റൈസിന്റെ ഒരു ഹെഡർ വൈഡായി പോകുന്നുണ്ട്. പിന്നെ ഒരു പാർട്ടിയുടെ ഒരു ത്രോയിൽ നിന്ന് അവിടെ മാർട്ടിനിലേക്ക് ചാൻസ് വരുന്നു. ആ ഒരു ചാൻസ് അവിടെ ഡൊണ്ണുറാമയുടെ ഒരു മികച്ചൊരു സേവ്. അതുപോലെ തന്നെ ഒരു ചാൻസ് ഒഡേഗാർഡിന് വരുന്നുണ്ട്. ഒഡേഗാർഡ് ഇതേപോലെ ഒരു ഡിഫ്ലക്ട് ചെയ്ത് വരുന്ന ബാള് ഒരു സൂപ്പർ ഷോട്ട് അടിക്കുന്നു. പക്ഷെ ഡൊണ്ണുറാമ ഒരു ഡൈവ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഒരു സേവ് ചെയ്യുന്നു, ഒരു സൂപ്പർ സേവ്. പിന്നെ അതിനുശേഷം ഇതേ ഒരു ഒഡേഗാർഡിന്റെ ഒരു ഷോട്ട് എങ്ങനെ എടുത്തു, അതുപോലത്തെ ഒരു ഡിഫ്ലക്ട് ചെയ്ത് വരുന്ന ഒരു റീബൗണ്ട് ചെയ്ത് വരുന്ന ഒരു ബാള് ഫാബിയൻ റൂയിസ് PSG വേണ്ടി ഗോൾ ആകുന്ന ഒരു ബുള്ളറ്റ് ഷോട്ട്. അവിടെ റായ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റായ് ഇന്നലെ ഒരുപോലെ ആഴ്സണലിന് വേണ്ടി മരിച്ച് സേവ് ചെയ്തു. കാരണം വിറ്റിനിയരെ ഒരു പെനാൽറ്റി സേവ് ചെയ്തു. ഡിസൈഡോന്റെ 1-1 സിറ്റുവേഷനിലുള്ള ഒരു ബോൾ അവിടെ റായ സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാർക്കോളയുടെ ഒരു ഷോട്ട് അവിടെ റായ സേവ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ബാർക്കോള ഇന്നലെ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. ഇന്നലെ ഡെംബലെ സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങുന്നത്. അങ്ങനെ പിന്നെ ഒരു പെനാൽറ്റി വരുന്നുണ്ട്. പെനാൽറ്റി അഷ്റഫ് ഹക്കീമിന് ലഭിക്കുന്നുണ്ട്. അഷ്റഫ് ഹക്കീം ഒരു റൈറ്റ് ബാക്ക് ആണ്, പക്ഷെ അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിൽ വന്നൊരു ഷോട്ട് അടിക്കുന്നുണ്ട്. അവിടെ ലൂയിസ് കെല്ലിയുടെ ഹാൻഡ് ബോൾ അവിടെ പെനാൽറ്റി തന്നെയാണ്. അവിടെ റഫറി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് വാർ ചെക്കിങ്ങിലൂടെ പെനാൽറ്റി വിധിക്കുന്നത്. പക്ഷെ അത് വിറ്റീനെ പെനാൽറ്റി എടുക്കാൻ വരുന്നുണ്ട്. റായ അത് സേവ് ചെയ്യുന്നു, സൂപ്പർബ് സേവ്. പിന്നെ അതിനുശേഷം കുറെ ചാൻസുകൾ ആർസണൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും ഫൈനൽ തേർഡിൽ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല മാർട്ടിനെല്ലി ഒരുപാട് തവണ ഹോൾഡ് ചെയ്ത് സമയം വെറുതെ കളയുന്നു. ഹോൾഡ് ചെയ്ത് വെച്ച് സ്കില്ലുകൾ ചെയ്യാൻ നടക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരുടെ ടീം ബാക്കി നോക്കുകയാണെങ്കിൽ അവർ ഓൺ ടച്ച് ഫുട്ബോൾ കളിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മാർട്ടിനെല്ലിയാന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ബോറായി തോന്നി. ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഗോൾ അഷ്റഫ് ഹക്കീം നേടുന്നുണ്ട്. ആ ഒരു ഡെംബ്ലെ ഒരു അസിസ്റ്റിൽ നിന്നാണ് അഷ്റഫ് ഹക്കീം ആ ഗോൾ നേടുന്നത്. ഒരു ബിൽഡപ്പിൽ നിന്നാണ് അവർ കൗണ്ടർ അറ്റാക്ക്, ഒരു രക്ഷയില്ലാത്ത കൗണ്ടർ അറ്റാക്ക്. ഓരോ അറ്റാക്കുകൾ വരുന്നുള്ള അത് ഗോളിലേക്ക് ചെന്ന് അവസാനിക്കുമോ എന്ന് വരെ പേടിച്ചു പോയി. കാരണം PSG അത്രമാത്രം ലൂച്ച മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ഫ്രീഡം അവർക്ക് നൽകുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഗോൾ PSG നേടുന്നുണ്ട്. പിന്നെ ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു പാച്ച് വരെ ഇറങ്ങുന്നതാണെന്ന് തോന്നുന്നത്. അത് മാർക്കിനസ് ആണെന്ന് തോന്നുന്നു. മറ്റേ ട്രോസാഡിന്റെ ഒരു ഷോട്ട് അവിടെ ഡിഫ്ലക്റ്റ് ആയി വരുന്ന അവിടെ സാക്ക ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2-1 എന്ന സ്കോർ ലൈനിൽ ആർസണൽ തിരിച്ചെത്തുന്നുണ്ട്. പിന്നെ ഒരു ഗോൾ സ്കോറിംഗ് ചാൻസ്, എന്റെ മോനെ ഒരു വമ്പൻ ചാൻസ്. അതെങ്ങനെ സാക്ക മിസ് ചെയ്ത് കാലിഫോർണിയയുടെ ഒരു ക്രോസിൽ നിന്ന് ഡൊണ്ണുറാമ അത് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്, ബാളിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. സാക്കയ്ക്ക് ആ ബാൾ അവിടെ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് എങ്ങനെ അത് ആള് മിസ്സായി പോയി? മേളിലെ ബാറിന്റെ മേലിലൂടെയാണ് ആ ബാള് പോയത്. ഒരു വമ്പൻ ചാൻസ് തന്നെയായിരുന്നു. പിന്നെ സാക്കയുടെ ഒരു കർവ്ഡ് ഷോട്ട് ഡൊണ്ണുറാമയുടെ ഒരു ഫിംഗർ ടിപ്പിലാണ് അത് സേവ് ചെയ്യുന്നുണ്ട്. ഡൊണ്ണുറാമ ആയിരുന്നു ഇന്നലെ MVP എന്ന് തോന്നുന്നു. മോനെ ഒരു രക്ഷയില്ലാത്ത കളി. ഇന്നലെ നോക്കുകയാണെങ്കിൽ ഓരോ പ്ലേയേഴ്സും അവരെ പൊസിഷൻ മാറിയിട്ട് പോലും അവർ സൂപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്തും സൂപ്പറായിട്ട് അറ്റാക്ക് ചെയ്തും കളിക്കുന്നുണ്ട്. താങ്ക്സ് ടു ലൂച്ചനെ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ അവസാനത്തെ നിമിഷം ആ ഒരു ക്രിറ്റിക്കൽ സേവുകൾ ഡൊണ്ണുറാമയും ചെയ്യുന്നുണ്ട്, റായയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആർസണൽ കൊണ്ട് ബാക്കിയുള്ള ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ PSG 3-1 ഒരു ക്രൂഷ്യൽ വിന്നിലൂടെ 2024-25 ചാമ്പ്യൻ ലീഗിന്റെ ഫൈനൽ കടന്നിട്ടുണ്ട്. തികച്ചും ഒരു അവിശ്വസനീയമായ ഒരു പ്രകടനമാണ് ചാമ്പ്യൻ ലീഗിൽ ഈ സീസൺ PSG നടത്തുന്നത്. കാരണം ആരും വിചാരിച്ചു കാണില്ല, ഞാൻ പോലും വിചാരിച്ചില്ല PSG ഫൈനൽ എത്തുമെന്ന്. അങ്ങനെ ഫൈനൽ സെറ്റ് ആയിട്ടുണ്ട്. ഇന്ററും PSG തമ്മിൽ അലയൻസ് അരീനയിൽ മ്യൂണിക്കിൽ വെച്ച് ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഇരു ടീമും പുതിയൊരു വിജയിയാണ് വരാൻ പോകുന്നത്. നിലവിൽ ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത് PSG എങ്ങനെ, കാരണം യൂറോപ്പിലെ തന്നെ ഒരു സൂപ്പർ അറ്റാക്കിംഗ് ടീമാണ് ഇപ്പം PSG-യുടെ അറ്റാക്കിങ്. അതുപോലെ തന്നെ ഇന്ററിന്റെ ആ ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫെൻസീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജും എങ്ങനെ വരും എന്ന് നമുക്ക് അവസാനത്തെ ഫൈനലിൽ തന്നെ നോക്കി കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെയും നമസ്കാരം.